മോളെ കാണാതെ കാരണം യവനാ. ആളെ വിട്ടവൻ കൊച്ചിനെ മാറ്റിയതായിരിക്കും. പൃഥ്വി, കാര്യം അറിയാതെ ഓരോന്ന് വിളിച്ച് പറയരുത്. അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അതിശയുള്ളൂ. അതെ. ഓ, എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നിനക്ക് കുറ്റം പറയാൻ ദുർഗം കയറുന്ന മാത്രല്ലേ ഉള്ളൂ ഗിരിജ. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ആ, സ്കൂളിൽ വരുന്ന കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരല്ലേ? ആ, അതെ. ആ, കിരണ്ണും ദുർഗയ്ക്ക് എവിടെ അതിനൊക്കെ സമയം? അവർക്ക് മറ്റു പല ജോലികളും അല്ലേ. സത്യം പറഞ്ഞ അവർക്കെതിരെ വേണം കേസ് കൊടുക്കാൻ. അവര് രണ്ടുപേരും മാത്രമല്ലല്ലോ അവിടെ അധ്യാപകരായിട്ടുള്ളത്. ഓ, വേറെ അധ്യാപകരും അല്ലാത്തവരുമായി ഒരുപാട് പേരുണ്ട്. എന്റെ പൊന്നു വസുമതി, നീ ദുർഗയോടുള്ള കുശുമ്പ് മനസ്സിൽ വെച്ച് ഇമാതിരി വർത്താനൊന്നും നീ ഇന്ദ്രപ്രസ്ഥത്തിൽ ഒരാളോട് പറയാൻ നിൽക്കണ്ട. ഞാൻ എന്തിനാ പറയുന്നത്? ആ കൊച്ചിനെ കാണാതെ പോയതില് എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. വസുമതി, നീ എന്തൊക്കെയായി പറയുന്നത്? ആ പാവം കൊച്ചു നിന്നോട് എന്ത് ചെയ്തു? എന്റെ ദേവേട്ട, നാത്തുന്റെ ഭാഗത്താ ഞാനും. അശ്വതിക്ക് കുഞ്ഞ് ജനിക്കാൻ പോകുന്ന ഈ സമയത്ത് ആ കുഞ്ഞിന് നഷ്ടമാകുന്നത് നമുക്ക് നല്ലതല്ലേ? ആ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ ഇന്ദ്രപ്രസ്ഥത്തിലെ ഒരേ ഒരു കുഞ്ഞ് നമ്മുടെ അശ്വമയുടെ കുഞ്ഞായിരിക്കില്ലേ? ഓ, നിങ്ങളൊക്കെ മനുഷ്യർ തന്നെയാണോ? എങ്ങനെ ഇത്ര ക്രൂരായി ചിന്തിക്കാൻ പറ്റുന്നത്? ഞങ്ങളെ കാര്യായിട്ടാ പറഞ്ഞത്. കഷ്ടം തന്നെ. മനുഷ്യർ ഇത്രക്ക് സ്വാർത്ഥരാവരുത്. നിങ്ങളെ പോലുള്ള ദുഷിച്ച മനുഷ്യരുടെ മനസ്സുകൊണ്ടാ നാട്ടിൽ പ്രളയവും അപകടവും ഒക്കെ ഉണ്ടാവുന്നത്. എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും അതൊക്കെ ഒരു നിമിഷം കൊണ്ട് നഷ്ടാവും ഓർമ്മിപ്പിക്കാൻ. എന്തൊക്കെ വന്നാലും ഇവരെ പോലുള്ളവര് പഠിക്കില്ല അമ്മേ. മനുഷ്യത്വം എന്ന സാധനം ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. സത്യം. നാത്തുമാ, ഇനി ഇവിടെ നിന്നാലേ ഇവരുടെ ഉപദേശം കേട്ട് മരിക്കേണ്ടി വരും. ഓ, അത് ശരിയാ. അമ്മയ്ക്ക് മോനും നമ്മുടെ കുറ്റം പറയാൻ 100 നാവാ. മനുഷ്യ സ്നേഹികൾ. എന്റെ പൊന്നു ദേവി, ഇവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ. അയ്യോ, സ്കൂളിന്റെ മുന്നിൽ എല്ലാരും ഉണ്ട്. അതാ ഇവിടെ വരാൻ പറഞ്ഞത്. ഇറ്റ്സ് ഓക്കെ. എല്ലാം കൊണ്ടുവന്നില്ലേ? എല്ലാം ഉണ്ട്. കിരൺ, അല്ല എവിടെയെല്ലാം സെറ്റ് ചെയ്യണ്ടേ? നിങ്ങൾ അതൊക്കെ എടുത്തിട്ട് വാ. വാ. അക്ഷര, CCTV DVR എടുക്കണം. നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. വിഷ്വൽ ഡിലീറ്റ് ചെയ്തതാണെങ്കിൽ നമുക്കത് റിക്കവർ ചെയ്യാം. അത് ഞാൻ എടുത്തു തരാം. അക്ഷര എന്റെ കൂടെ. ഓക്കെ. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പൂർണ്ണിമ ചേച്ചിക്ക് ഇപ്പൊ എത്തും. ഞാനും JD ഒന്ന് അങ്ങോട്ട് പോകും. നിങ്ങളെല്ലാം നോക്കി വെക്കുമ്പോഴേക്കും തിരികെ വരാം. ഓക്കെ. ഓക്കെ. ദുർഗ, എന്റെ മോൾ എവിടെ? എന്താ ദുർഗ, എന്താ കാര്യം? എന്ത് പറ്റി എന്റെ ധ്വനിമോക്ക്? ചേച്ചി, രാവിലെ ധ്വനി ക്ലാസ്സിലിരിക്കുന്നത് എല്ലാവരും കണ്ടതാ. പിന്നെയാ കാണാതായത്. അയ്യോ,
എന്റെ മോള് എവിടെ പോയി? എന്റെ മോള് മോളെ കാണാത്തതിന് കാരണം യവനാ. ആളെ വിട്ടവൻ കൊച്ചിനെ മാറ്റിയതായിരിക്കും. പൃഥ്വി, കാര്യം അറിയാതെ ഓരോന്ന് വിളിച്ച് പറയരുത്. ഞങ്ങൾ വന്ന സമയത്താ ചേട്ടനും വന്നത്. അത് കഴിഞ്ഞാ മോളെ കാണാതായ കാര്യം അറിയുന്നത് തന്നെ. അതൊക്കെ ഇവന്റെ അടവല്ലേ? കൊച്ചവിടെ നിനക്കറിയാം. നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടോ. എന്റെ കുഞ്ഞിനെ ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാ ഞാൻ പറയിക്കാം. ബാക്കിയെല്ലാം ഞാൻ സഹിക്കും. എന്റെ കുഞ്ഞിനെ ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാ ഇത്രയും നാള് എന്നെ പലതും പറഞ്ഞിട്ടും ചെയ്തിട്ടും ഞാൻ പ്രതികരിക്കാതിരുന്നത് എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ടിപ്പോ നീ എന്നെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യും? നീ എന്തായി കാണിക്കുന്നത്? സിറ്റുവേഷൻ മനസ്സിലാക്കി പെരുമാറുക. നീ ഈ സിറ്റുവേഷനിൽ ഇവനോട് ഇങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ. വേണ്ട, നിന്റെ അറിവുകളും രീതികളും വെച്ച് എന്നെ അളക്കാൻ നിൽക്കണ്ട. നീ എന്താണെന്നും നിന്റെ പ്രവൃത്തി എന്താണെന്നും നന്നായിട്ട് അറിയുന്ന ആളാണ് ഞാൻ. എനിക്ക് എന്റെ മോളെ വേണം. ഇങ്ങനെ കിടന്ന് തമ്മി തല്ലാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവളോട് സ്നേഹം ഉണ്ടെങ്കിൽ അവളെ പോയി കണ്ടുപിടിച്ചോണ്ടാ. ആ താരയോട് പോയി ചോദിച്ചു നോക്ക്. അവൾക്ക് വേണ്ടത് കിട്ടാനേ ഇവൻ വഴിയൊരുക്കുകയാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഒരു കാര്യം താര ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ ഇവന്റെ ഭൂമിയിൽ ഉണ്ടാവില്ല. എന്റെ കുഞ്ഞിനെ ഞാൻ തന്നെ കെട്ടിപ്പിടിച്ചു കൊണ്ടുവരും.